ഇനി നമുക്ക് ചക്ക വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കിയാലോ. ചക്ക വേവിച്ച ചക്കയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ശർക്കര ഇട്ട് വേണമെങ്കിൽ വേവിക്കാം. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ വെറുതെ വേവിച്ചാലും മതി. ഞാൻ ശർക്കരയൊന്നും ഇട്ട് വേവിച്ചിട്ടില്ല, ഞാൻ വെറുതെ വേവിച്ചിട്ടേ ഉള്ളൂ. ചക്ക വേവിച്ചിട്ടേ ഉള്ളൂ. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ശർക്കര ഇട്ട് വേവിക്കാം. കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക, അതിലേക്ക് കുറച്ച് തേങ്ങ, അതുപോലെ ഏലക്ക ചതച്ചത്, ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകം ഇടാം. പിന്നെ ഈ ചക്കയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് എടുക്കണം. അപ്പോൾ ഇതിൽ ശർക്കര മധുരം അധികം വേണമെന്നുള്ളവർക്ക് ഒന്നിൽ ചക്കയിൽ ശർക്കര ഇട്ട് വേവിക്കുക, അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കുക. ഞാനിതിൽ ശർക്കരയൊന്നും ചേർക്കുന്നില്ല. ഗോതമ്പ് പൊടി, തേങ്ങ, കുറച്ച് ഉപ്പ്, പിന്നെ 2 ഏലക്ക ചതച്ചത് ആണ് ഞാനിടുന്നത്. ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകം ഇടാം. പിന്നെ ഈ ചക്ക വേവിച്ചതും കൂടെ ചേർത്ത് നന്നായി നമ്മൾ കുഴച്ചെടുക്കും. ഞാൻ വെള്ളം ചേർത്തിട്ടാണ് കുഴയ്ക്കുന്നത്. ആദ്യം ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ കുഴയ്ക്കും. ഈ വെള്ളത്തിന് പകരം ഈ പറഞ്ഞ പോലെ നമുക്ക് ശർക്കര ഉരുക്കിയിട്ട് ശർക്കര നീര് ചെറിയ ചൂടുകൊടുക്കണം ഒഴിച്ചിട്ട് കുഴയ്ക്കാം. ഒന്നും കൂടെ സോഫ്റ്റായി കിട്ടും. നന്നായി ചക്ക, ഗോതമ്പ് പൊടിയും എല്ലാതും തേങ്ങയും എല്ലാം മിക്സായി വരണ പോലെ നന്നായി കൈ വെച്ചിട്ട് തന്നെ നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. ഇടയിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കുഴയ്ക്കാം. അപ്പോൾ നമുക്ക് പരത്തുന്ന സമയത്ത് പിന്നെ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നന്നായി വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്താവണ വരെ നന്നായി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കൂലേ, അതുപോലെ തന്നെ നല്ലതായിട്ട് കുഴച്ചെടുക്കുക. നല്ല മിക്സ് ചെയ്ത് ചക്കയും ഗോതമ്പ് പൊടിയും തേങ്ങയും ഏലക്കയും ആ മധുരമൊക്കെ ചക്കയിൽ ഗോതമ്പ് പൊടിയിൽ പിടിക്കണം. അതുപോലെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴക്കണം. എന്നാൽ ചപ്പാത്തിയിലെ മാവിൻ്റെ അത്രയ്ക്ക് കട്ടിയാവാൻ വേണ്ട കേട്ടോ. എന്ന് പരത്താനുള്ള ഒന്നല്ലല്ലോ, പലകേമല വെച്ച് പരത്താനുള്ള ഒന്നല്ല. അതുകൊണ്ട് അത്രയ്ക്ക് കട്ടിയാവൊന്നും വേണ്ട. നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണമെന്നേ ഉള്ളൂ. ശർക്കര നീര് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റാവും. ഞാനിപ്പോൾ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായി കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്നും കൂടെ കുഴയ്ക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അവരുടെ ആവശ്യത്തിന് എത്ര ഒഴിക്കാം കേട്ടോ. ഞാൻ അത്രയ്ക്കൊന്നും ഒഴിച്ചിട്ടില്ല, 1-2 സ്പൂണൊന്നും ഒഴിച്ചില്ല. അത് 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ഒഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കുറേശ്ശെ എടുത്തിട്ട് ഞാൻ കയ്യുമ്മ ഒട്ടാണ്ടിരിക്കാനും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ് ഞാനത് കുഴച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നന്നായിട്ട് നെയ്യും എല്ലാം കൂടെ മിക്സ് ആവണ പോലെ നന്നായി കുഴയ്ക്കുക. ക്യാമറ ശരിയല്ലാത്തതുകൊണ്ട് ഫുള്ള് ബൗൾ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. എടുത്തത് ഹാഫ് മാത്രമേ കാണുന്നുള്ളൂ. നന്നായി നമ്മൾ കുഴച്ചെടുക്കുക. കണ്ടോ, കുറച്ച് ലൂസിലാണ് മാവിരിക്കുന്നത്, കൈ മുട്ടുന്ന പരുവത്തിലാണ് മാവിരിക്കുന്നത്. അങ്ങനെ കുഴച്ചാൽ മതി. നെയ്യ് എത്ര നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ആവശ്യത്തിൽ. ചിലർക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് പിടിക്കില്ല, ചിലർക്ക് നെയ്യ് നന്നായി വേണം, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് വരെ നല്ല നെയ്യാണത്, നല്ല മണമുള്ള നെയ്യാണ്. ഇത് കുറച്ച് ചേർത്താലും നല്ല മണം കിട്ടും. നന്നായി കുഴച്ചതിന് ശേഷം നമ്മൾ ദോശത്തവയിലോ ചപ്പാത്തി തവയിലോ നമ്മൾ പരത്തി ചൂടാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലയിൽ പരത്തി ആവി കയറ്റിയെടുക്കാം, അല്ലെങ്കിൽ കുമ്പിളപ്പം ഉണ്ടാക്കുന്ന പോലെ കുമ്പിൾ കുത്തിയിട്ട് അതിലിത് നിറച്ച് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. പക്ഷെ ഞങ്ങളങ്ങനെ ചെയ്യാറില്ല. ഇലയിൽ കയറ്റി ആവി അങ്ങനെയല്ല നമ്മൾ ചെയ്യാറ്. ദോശത്തവ വെച്ച് അതിൽ കൈ വെച്ച് പരത്തിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ദോശത്തവ വെച്ച് അത് ചൂടായി നമ്മൾ കുറച്ച് വെള്ളം തെളിച്ച് ചൂട് പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഒരു ഉരുള മാവ് വെള്ളത്തിൽ കൈമുക്കിയതിന് ശേഷം ഒരു ഉരുള മാവ് അതിന് ഉരുട്ടിയെടുത്തിട്ട് അത് ചട്ടിയിൽ വെച്ച് കൈ വെച്ച് പരത്താണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം തൊട്ടാണ് നമ്മൾ പരത്തുക. കുറച്ച് പരത്തി വരുമ്പോൾ ചട്ടി ചൂടായതുകൊണ്ട് ഒട്ടി പിടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം വെച്ച് ഇങ്ങനെ കനം കുറച്ച് നല്ല നൈസായിട്ട് പരത്തിയെടുക്കും. ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ടിട്ട് വേണം നമ്മൾ പരത്തണമെങ്കിൽ, എന്നാലേ മാവ് നമുക്ക് പരത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചട്ടിയിൽ ഇങ്ങനെ ചട്ടി ചൂടായതുകൊണ്ട് ഒട്ടി പിടിച്ചിരിക്കും. ചട്ടി അടുപ്പത്ത് വെച്ച് ഇങ്ങനെ പരത്താൻ പേടിയുള്ളവർക്ക് ചൂടായ ചട്ടി ഒന്ന് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് പരത്തിയതിന് ശേഷം എടുത്ത് അടുപ്പിൻ്റെ മുകളിലേക്ക് വെച്ചാലും മതി. ഞാൻ അടുപ്പയിൽ വെച്ചിട്ട് തന്നെയാണ് പരത്തുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒട്ടും ചൂടായ കാരണം അടിഭാഗം വേവുമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളം നനച്ച് നമ്മൾ പരത്തി കൊടുക്കണം. എത്രയ്ക്ക് നമുക്ക് തിന്നാക്കാവോ അത്രയ്ക്ക് നമ്മൾ തിന്നാക്കി പരത്തി കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം വെള്ളം തൊട്ടിട്ടാണ് നമ്മൾ പരത്തി കൊടുക്കുന്നത്. ചട്ടിയുടെ വലുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് അത്രയും വലുപ്പത്തിൽ അടക്കാം, അല്ലെങ്കിൽ ചെറിയ ബോൾ എടുത്തിട്ട് കുഞ്ഞായിട്ട് ചുട്ടെടുക്കും. ഞാനിപ്പോൾ വലിയ ബോളായിട്ടാണ് എടുത്തിട്ടുള്ളത്. ആ ചട്ടിയുടെ വലുപ്പത്തിൽ തന്നെ നമ്മളിങ്ങനെ പരത്തി കൊടുക്കണം. അപ്പോൾ ഇത് പരത്തി നമ്മൾ തിന്നായിട്ട് പരത്തി വരുമ്പോൾ തന്നെ നമുക്ക് വിരലുമ്മേലേക്ക് ചൂടടിക്കും. അതിൻ്റെ അർത്ഥം അടിഭാഗം
ഇത് കുക്കായി വരുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ തന്നെയും മുകളിലത്തെ മാവിൻ്റെ കളറ് മാറി, അതായത് അപ്പോൾ അടിഭാഗം വെന്ത് വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കളറ് മാറുമ്പോഴാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത്. തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് സ്പാറ്റിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ദോശമാവ് കഴിക്കുന്ന പോലെ ഉള്ള സൗണ്ടുണ്ട്, ഷീ എന്നുള്ള സൗണ്ടുണ്ട്. കാരണം വെള്ളം അതിലത്തെ ആ അരികുഭാഗം ശരിക്കും വേവില്ലല്ലോ. അരികുഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ആ ദോശത്തവന്ന് തട്ടുമ്പോഴുള്ള സൗണ്ട്. അങ്ങനെ കുറച്ച് പ്രാവശ്യം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ സൗണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അത് മൊത്തത്തിൽ കുക്കായി തന്നെയാണ് അർത്ഥം. എന്നാലും കുറച്ച് നേരം കൂടിയിട്ട് നമ്മൾ കുക്കാക്കി എടുക്കണം. അപ്പോൾ തിരിച്ചിടുമ്പോൾ നമുക്ക് അതിന് മുകളിൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ശരിക്കും ഉണ്ടാവും. നമ്മൾ ഫിംഗർ വെച്ചിട്ടല്ലേ പരത്തുന്നത്. അതൊക്കെ ശരിക്കും ഇങ്ങനെ മൊരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കൂടുതൽ പൊരിച്ചിട്ട് വേണമെന്നുള്ളവർക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇത്തിരി കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടെ അത് പാനിൽ വെച്ച് ചൂടാക്കി എടുക്കാം. അതല്ല ഇച്ചിരി തളർന്നിട്ടുള്ള ഇതാണെങ്കിൽ നമുക്ക് ആ മുരിച്ചിൽ ആവുമ്പോൾ തന്നെ നമുക്കതെടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മളിത് പരത്തി കഴിഞ്ഞ് അതിൻ്റെ കളറ് മാറാൻ തുടങ്ങി. കണ്ടോ, കളറ് മാവിൻ്റെ കളറൊക്കെ മാറി ഒരു നെയ്യൊക്കെ ഇതായിട്ടൊരു അതിൻ്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഇല്ലേ? അങ്ങനെ കളറ് മാറുമ്പോഴാണ് നമ്മളത് മറച്ചിട്ട് കൊടുക്കുന്നുള്ളത്. കണ്ടോ, മാവിൻ്റെ കളറൊക്കെ മാറി മാവ് വെന്ത ഒരു ടെക്സ്ചറായി കഴിഞ്ഞു. അപ്പോഴാണ് നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്ത് സ്പാറ്റിൽ വെച്ച് നന്നായി പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിഭാഗം ഒന്നും കൂടെ നന്നായി ആ പാനിന് പ്രസ്സായി ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി നന്നായിട്ട് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് എല്ലാ അപ്പങ്ങളും ഉണ്ടാക്കിയെടുക്കാം. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ കൈ പൊള്ളുന്ന പേടിയുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഇത് കത്തിക്കഴിയുമ്പോൾ അടുപ്പ് ചട്ടി ചൂടായി കഴിഞ്ഞാൽ മാറ്റി വെച്ചിട്ട് പരത്തിയാൽ മതി. എന്നിട്ട് അടുപ്പത്ത് വെച്ചാൽ മതി. എളുപ്പമായിട്ടുള്ളൊരു പലഹാരമാണ്. അത് നമുക്ക് 4 മണി പലഹാരമായിട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഈസിയാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ചക്ക ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വിശപ്പ് മാറാനുമായി, അവർക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അത് ഈ പറഞ്ഞ പോലെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് പരീക്ഷിക്കാമല്ലോ. ഇലയിലോ അല്ലെങ്കിൽ കുമ്പിളായിട്ടോ ചട്ടിയിൽ പരത്തിയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പരീക്ഷിക്കാം. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. 4 മണിക്കൊക്കെ വരുമ്പോൾ അവർക്ക് വിശപ്പ് മാറാനൊക്കെ നല്ലതാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ചെയ്ത് നോക്കുക എല്ലാവരും. എളുപ്പത്തിലുള്ളൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ ചക്ക സുലഭമായി കിട്ടുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ചക്ക കൊണ്ട് തന്നെ പല വിധം എന്ന് പറഞ്ഞ പോലെ പല ചക്ക സീസണായ അങ്ങനെയാണല്ലോ പണ്ട് തൊട്ടേ. ചക്ക കൊണ്ട് ഉപ്പേരി, ചക്കക്കുരു കൊണ്ട് ഉപ്പേരി, എരിശ്ശേരി, അങ്ങനെ അതുപോലെ തന്നെ ഒരു ചക്ക പലഹാരം. അത്രയേ ഉള്ളൂ. ചക്ക വരട്ടും, നമ്മൾ ചക്ക വരട്ടി ഉപയോഗിച്ച് പായസം വയ്ക്കും. അതുപോലെ ചക്ക കൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു പലഹാരം. അതെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത്, അതായത് ഗോതമ്പ് പൊടിയും തേങ്ങയും ചക്കയും ഏലക്കയും ഒന്നും നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടി ആണല്ലോ ചക്ക. ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് സന്തോഷമാവും, മുതിർന്നവർക്കും സന്തോഷമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ ചക്ക കൊണ്ട് നിങ്ങൾ എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കാറുള്ളതെന്ന് വെച്ചിട്ട്, ചക്ക കൊണ്ട് വെച്ചാൽ പഴുത്ത ചക്ക വെച്ചിട്ട് എന്തൊക്കെയാണ് ഈ വരട്ടൽ, പായസം വയ്ക്കൽ, അതിൽ കൂടാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും പറയാം. ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു കുക്കിംഗ് വീഡിയോയുമായിട്ട് പിന്നെ കാണാം. എല്ലാവർക്കും നന്ദി.